ഹായ് ഗൈസ്, ഇന്ന് സംഘുവിന്റെ ഹസ്ബൻഡും കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ നോമ്പ് തുറക്കണത്. അപ്പൊ ഹസ്ബൻഡിന് നോമ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. ഹസ്ബൻഡിന് നോമ്പില്ല, എന്നാലും ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഇന്ന് ചായ കുടിക്കാൻ പോണത് കേട്ടോ. ഒരുപാട് നാളായി നമ്മളെ വീട്ടിൽ ഇരുന്നിട്ട് നോമ്പ് തുറന്നിട്ട്. അപ്പൊ എന്നാ സന്തോഷത്തിലും കൂടിയാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെ വിഭവങ്ങളാണ് സംഘം ഉണ്ടാക്കിയതെന്ന് കണ്ടാലോ. ഇത് പഴംപൊരി ഉണ്ട്, കുഞ്ഞി പഴംപൊരി ഉണ്ട്, പിന്നെ എന്താ പറയുക കാരക്കപ്പൊരി ഉണ്ട്, 2 സമൂസ ഉണ്ട്, പിന്നെ എന്താ വത്തക്ക ഉണ്ട്, പിന്നെ പൈനാപ്പിളിന്റെ ഒരു ഭാഗം കേടാ തോന്നുന്നുണ്ട്, പിന്നെ പൊറാട്ട ഉണ്ട്, പിന്നെ ഇത്തിരി മന്തി ഉണ്ട്, പിന്നെ നോക്കണ ചിക്കൻ കറി ഉണ്ട്, നല്ല അടിപൊളി കോഫി ഉണ്ട് കേട്ടോ. പിന്നെ പച്ചക്കാണ് കേട്ടോ നോമ്പ് തുറക്കണത്. അപ്പോൾ കാരക്ക നോക്കിയപ്പം കാരക്ക കഴിഞ്ഞു. അപ്പം ഞാൻ വെള്ളം കൊണ്ട് തുറക്കാന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എൻ്റെ നോമ്പ് തുറ വിശേഷങ്ങൾ. ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് കാതോർത്ത് കൊത്തിരിക്കുകയാണ്. ബാങ്ക് വിളിക്കട്ടെ കേട്ടോ. അപ്പം ഗൈസ്, ബാങ്ക് വിളി മുഴങ്ങുന്നുണ്ട്. അപ്പം ഞാൻ വെള്ളം കുടിക്കട്ടെ. മാത്രമല്ല എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം മൊത്തം നിറവേറട്ടെ. ഈ നോമ്പ് കഴിഞ്ഞ് സ്കാൻ ചെയ്യുമ്പോഴേക്ക് എൻ്റെ അസുഖങ്ങളെല്ലാം മാറട്ടെ. അപ്പോൾ അതാക്കണേ ഞാൻ നോമ്പൊക്കെ തുറന്ന് പിന്നെ ഈ നോമ്പ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാണ്ട്. നോമ്പ് കഴിഞ്ഞ് 2 മാസം കൂടി കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോകാനുള്ളത്. അപ്പോഴേക്ക് എൻ്റെ വയറിന് ഉണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം മാറി, ഒരു കുഴപ്പം കൂടാതെ പിന്നെ അസുഖങ്ങളൊക്കെ മാറിയെന്ന് സ്കാനിങ്ങിൽ കാണട്ടെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾ നോമ്പ് കഴിഞ്ഞു തുടങ്ങി. സംഘത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത്രയും കഷ്ടപ്പെട്ട് നോമ്പൊക്കെ എടുത്തത് ഞാൻ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാവട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. കാരണം നിങ്ങളെ പ്രാർത്ഥന ഒന്നും എനിക്കറിയില്ല. അൽഫാത്തിഹയൊക്കെ സംഘത്തിന് വേണ്ടിയിട്ട് ചൊല്ലണം. സംഘനെ സ്നേഹിക്കണോല്. അപ്പം ഞാൻ ഹസ്ബൻഡ് വരുമ്പോഴേക്ക് വിശപ്പൊന്ന് മാറ്റട്ടെ കേട്ടോ. ഇത് നല്ല അടിപൊളി ബ്രൂ കോഫിയാണ്. ഞാൻ ഹസ്ബൻഡിന് കട്ടൻ ചായ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മധുരടി വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് പഴം വട എന്തോ പറയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് നല്ല കാർക്കപ്പൊരി ഇഷ്ടമില്ല. എന്തൊക്കെയാ വാ വാ എന്താ ഇതാണ് എൻ്റെ കിയ. നോക്ക് നോക്കിയാ വെക്കാം. ഇതെന്താ നോക്കുക. ഇതെൻ്റെ ഫേവറേറ്റാ. തിന്നോ? ഞാൻ തിന്ന നമുക്ക് സമൂസ കഴിക്കുക. നാളെ മുതൽ ഞങ്ങൾക്ക് നോമ്പാണ്. നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. ഞാൻ മറ്റന്നാൾ തൊട്ടേ തുടങ്ങണുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ സമൂസ കഴിക്കുക കേട്ടോ. കുറേ നേരമായി കുളിക്കാൻ പോയിട്ട്. കുളിച്ച് വന്നിട്ട് ആർക്കാ വിരിയം മഹിയേട്ടാ അപ്പം വരാൻ മതി. വരി വരുന്നുണ്ട്. വിളി കേട്ടിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞ അവിടെ നാമജപത്തിലാ തോന്നുന്നുണ്ട്. അതാ നമ്മളെ മഹിയേട്ടൻ വരുന്നുണ്ട് ചായ അടിക്കാൻ കേട്ടോ. കുത്തിരി നിങ്ങൾ കാത്തിക്കല്ലേ, നിങ്ങൾ വരണ്ട്. 2 മണിക്കൂറായി. ഇതൊക്കെ വിഭവങ്ങൾ എന്നറിയാം. കാരക്കപ്പൊരി ഉണ്ട്, പഴംപൊരി ഉണ്ട്, സമൂസ ഉണ്ട്, പൊറാട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, മന്തി ഉണ്ട്, വത്തക്ക ഉണ്ട്, പിന്നെ പത്തുള്ളു പൈനാപ്പിൾ കഴിഞ്ഞ് ചെയ്ത്. നിങ്ങൾക്ക് എത്ര വേണ്ടേ? അത് കോഴിക്കറിയാ. നിങ്ങൾ പെണ്ണുങ്ങൾ ആരാധിക്കുക? ഇപ്പം പറയാനുള്ളതൊക്കെ കണ്ടിട്ടും പറയാനില്ല. ഇത്രയും നോമ്പൊക്കെ നോക്കി കഷ്ടപ്പെട്ട് ഹസ്ബൻഡിനെ കാത്തിരിക്കുന്ന വൈഫുണ്ടായിട്ട് നമുക്ക് ഒന്നും പറയാനില്ല. ഇത് ഇന്നത്തതാ. ഇന്നലത്തോടെ ഉണ്ടാവില്ലല്ലോ, ഫ്രിഡ്ജിൽ ഉണ്ടാവില്ലല്ലോ. ഇതൊക്കെ ഞാൻ നമുക്കായിട്ട് ഉണ്ടാക്കി. അന്ന് ഞാൻ എൻ്റെ കെട്ടിന് മാത്രമുള്ളൂ വീട്ടിൽ കേട്ടോ. അപ്പോൾ കളിയാക്കുക ഇന്നത്താണോ ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ. ഒരു പൊറാട്ടൊക്കെ കഴിച്ചോളൂ. മതിയാണോ? അപ്പം ഗൈസ് ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പം ഗൈസ് ഞാനും ഹസ്ബൻഡ് മാത്രമുള്ളൂ എന്നിട്ട് അവിടെ. അപ്പം മോന് പെട്ടെന്ന് കയറി വന്നു. അപ്പം ആരാധ്യം നോക്കിയപ്പോൾ മോൻ കണ്ട് ചിരിക്കുക ബാക്കെന്ന് വീഡിയോ എടുക്കണത് കണ്ടിട്ടേ.
പിന്നിപ്പോൾ എന്താ ഹസ്ബൻഡ് കഴിച്ച് നീച്ച് പോയി. ഞാൻ ഇത് ബാക്കിയോ ആകെ 2-3 വാങ്ങിയിട്ടുള്ളൂ, അതന്നെ ബാക്കിയോ കളയണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കഴിക്കുകയാണ്. അപ്പം ഇന്നത്തെ നോമ്പ് തുറ ഇങ്ങനെയൊന്നും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയൊക്കെ ബൈ ബൈ. സീ യു.